ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക മോർക്കുളമ്പ് ഉണ്ടാക്കി നോക്കാം. ചുടു ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയാണ് ഇത്. അപ്പോൾ അതിനായി ഞാൻ ഒരു ചീനച്ചട്ടി ആദ്യം അടുപ്പത്ത് വെച്ചു. ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഞാനൊരു 1/4 കിലോ വെണ്ടയ്ക്ക വട്ടത്തിൽ ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. അതിന് നല്ല പോലെ വഴറ്റിയെടുക്കണം. നല്ല ഒരു ഏകദേശം ഒരു ബ്രൗണൊക്കെ ആയി ഓരോ ഭാഗം ആവാൻ തുടങ്ങുമല്ലോ. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല പോലെ വഴറ്റിയാലേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ വെണ്ടയ്ക്കത ഏകദേശം നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. കളറ് മാറിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്കിത് ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം ഒന്ന് പൊട്ടിക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി ഞാൻ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഇഞ്ചി, അതും നുറുക്കിയാണ് വെച്ചിരിക്കുന്നത്, അതും ഇതിലേക്ക് ഇടുക. എന്നിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ഒരു പകുതി തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു തക്കാളി ഇടാം കേട്ടോ. പക്ഷേ മോര് ഇത്തിരി പുളിപ്പുള്ള, തൈര് പുളിപ്പുള്ളൊക്കെ കുറച്ച് പുളിപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പകുതിയാക്കിയത്. പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടി ഇടാം, പച്ചമുളക് ഇടാം. ഇത് എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റുക. പിന്നീട് പാകത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും. നമ്മൾ വെണ്ടയ്ക്കയിൽ ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ട് വറക്കുമ്പോൾ. അത് കാരണം പാകത്തിന് ഇട്ടാൽ മതി കേട്ടോ. പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇടാം. ഇനി നമ്മൾ ഇതിലോട്ട് ആദ്യം വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ വെണ്ടയ്ക്ക ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കുക കേട്ടോ. എന്ന ശേഷം തൈര്, കട്ടയൊക്കെ ഉടച്ചിട്ടുള്ള അധികം വെള്ളാവാത്ത തൈര് ഇതിലോട്ട് ഒഴിച്ച്, തൈര് ഒഴിച്ച ശേഷം തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചൂടായ ഉടനെ ഓഫ് ചെയ്തിടുക. കാരണം തൈര് തിളച്ച് കഴിഞ്ഞാൽ അങ്ങനെ നേർത്ത മാതിരിയാവും, കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മോർക്കുളമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക ഇഷ്ടമുള്ളവർ, കാരണം ചിലർക്ക് വെണ്ടയ്ക്ക ഇഷ്ടമല്ല, നമുക്ക് ഇഷ്ടമല്ലാത്ത പച്ചക്കറികളാണെങ്കിൽ നമുക്ക് അതപ്പോൾ ടേസ്റ്റ് തോന്നില്ല. അപ്പോൾ വെണ്ടയ്ക്ക ഇഷ്ടമുള്ളവർ ഇതുമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.